Opening hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും വിപണിയെ സംബന്ധിച്ച് നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ട്രേഡിംഗ് ഓവറോൾ എങ്ങനെയായിരുന്നു നോക്കാം. നിഫ്റ്റി 50യെ സംബന്ധിച്ച് നിർണായകമായ 25,200 എന്നൊരു ലെവൽ മറികടന്നുള്ള ഒരു ട്രേഡിംഗ് നമുക്ക് കഴിഞ്ഞ ആഴ്ച കാണാൻ സാധിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലൊരു പ്രകടനം നോക്കുമ്പോൾ നിഫ്റ്റി 50 0.61% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. ബാങ്ക് നിഫ്റ്റിയും സമാനമായി തന്നെ 0.6% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കണ്ടു. എന്നാൽ നേട്ടം രേഖപ്പെടുത്തിയ പ്രധാന മറ്റു സെക്ടറുകളിലേക്ക് വരുമ്പോൾ IT സെക്ടറിൽ 1.5% നേട്ടമാണ് നമ്മൾ കണ്ടത്. ഓട്ടോ 1% നേട്ടം രേഖപ്പെടുത്തി. പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സിൽ 0.5% ഒരു നേട്ടമാണ് കണ്ടത്. എന്നാൽ ഇടിവ് രേഖപ്പെടുത്തിയ സെക്ടറിലോട്ട് വരുമ്പോൾ റിയൽറ്റിയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇടിവ്, 3.78% ഇടിവ്. മെറ്റലിലും 3% മുകളിലേക്ക് ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ മീഡിയ 2% മുകളിൽ ഇടിവും എനർജി ഇൻഡെക്സിൽ 1% മുകളിലേക്കൊക്കെയുള്ള ഒരു ഇടിവുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി നമ്മൾ ഈ ആഴ്ചയിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ടത് പല ഡേറ്റകളൊക്കെ തന്നെ ലഭ്യമാകുന്ന ഒരാഴ്ച കൂടിയാണ്. ഏതായാലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ പ്രഖ്യാപിക്കാത്തത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. വെള്ളിയാഴ്ച വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ രണ്ടാം GDP കണക്കുകൾ കൂടാതെ ഒക്ടോബറിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കണക്കുകൾ കൂടി വരുന്നുണ്ട്. അമേരിക്കയുടെ ഫെഡിൻ്റെ കണക്കുകൾ, അതായത് പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനം നമുക്ക് ഡിസംബർ 10 അറിയാൻ സാധിക്കുന്നത്. കൂടാതെ യുക്രൈൻ സമാധാന നീക്കത്തിൻ്റെ പുരോഗതിയൊക്കെ ഈ ഒരു ആഴ്ചയിൽ മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ ഉൾപ്പെടെ ഒരു സ്വാധീനം ചെലുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. US വിപണി നമ്മൾ കഴിഞ്ഞൊരു ദിവസത്തെ ട്രേഡിംഗ് എടുക്കുമ്പോൾ നേട്ടം രേഖപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് ആണ് കണ്ടത്. ഡൗ ജോൺസ് 1% മുകളിലേക്ക് നേട്ടം രേഖപ്പെടുത്തി. S&P 500 0.98% നേട്ടം, നാസ്ഡാക്കിൽ 0.88% നേട്ടം എന്നിങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വീക്കിലി നോക്കുമ്പോൾ ഡൗ ജോൺസും S&P നാസ്ഡാക്കും ഒക്കെ നമുക്ക് 2% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിയതുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്നത്തെ ഒരു മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു നിമിഷം നമുക്ക് നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും നിഫ്റ്റി 50യെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും സമാനമായൊരു നേട്ടമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൂരജ് സാർ, ഏതായാലും വിപണിയിലോട്ട് വരുമ്പോൾ നമുക്ക് കഴിഞ്ഞൊരു വീക്കിൽ എടുക്കുമ്പോഴത്തേക്കും ഒരു നേരിയ ഒരു നേട്ടം രേഖപ്പെടുത്തിയൊക്കെയുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ കണ്ടത്. ഈ ഒരു വീക്കിലോട്ട് വരുമ്പോൾ ഒത്തിരി ഡാറ്റകളൊക്കെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ് ആളുകൾ. അപ്പോൾ ഈ ഒരു വീക്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വാർത്തകൾ? വിഷ്ണു, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള മാർക്കറ്റ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു കൺസോൾട്ടേറ്റിംഗ് മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ ആ ക്യാരക്ടർ കണ്ടിട്ട് നമ്മൾ പറയാം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു 26,000 നമ്മൾ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു, ഏതോ സെൽ ഓൺ റാലീസും ഏതാണ്ട് അത് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ ബൈ ഓൺ ഡിപ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ്. അപ്പോൾ എന്ത് ന്യൂസാണ് നമുക്കിതിന് 26,000 മുകളിലേക്ക് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളൊന്നും ഇപ്പോൾ കാണുന്നില്ല. കാര്യം എല്ലാം ഒരു സ്ക്രിപ്റ്റ് പോലെ തന്നെ നടക്കുന്നു. എല്ലാ നെഗറ്റീവ് ന്യൂസും ലോകത്ത് പ്ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി പുതിയതായിട്ട് വരാനായിട്ട് സർപ്രൈസിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു പൊടുന്നനെ വന്ന് വീഴുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ മാത്രമേ ഇനി മാർക്കറ്റിൽ നെഗറ്റീവായിട്ട് മാർക്കറ്റിനെ താഴോട്ട് വലിക്കാനുള്ള സാധ്യതകളുള്ളൂ. എന്നാൽ മുകളിലോട്ട് വലിക്കാനാണെങ്കിൽ പൊതുവെ ഒരു സെൻറ്റിമെൻറ്റ് ബൂസ്റ്റ് കിട്ടാവുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് US ട്രേഡ് ഡീല് തന്നെയാണ് എന്നുള്ളതാണ്. അത് നടക്കാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ് എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ ആഴ്ച തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഇനി എപ്പോൾ വേണമെങ്കിലും US ട്രേഡ് ഡീലിൻ്റെ ഒരു ന്യൂസ് നമുക്ക് വന്നേക്കാം. അതിന് കാരണം 2 റീസൺസ് ആണ്. ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഇതിനു മുമ്പ്, അതായത് ഇപ്പോൾ ചൈനയായിട്ട് US എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ചൈന കാരണമാണ് ഈ പറയുന്ന പോലെ ഈ ടാരിഫിൻ്റെ ഇഷ്യൂസൊക്കെ ലോകത്ത് തന്നെ അമേരിക്ക ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള കാരണം. പിന്നെ രണ്ടാമത് റഷ്യയും US തമ്മിൽ കൊല്ലങ്ങളായിട്ട്, ഡെക്കേഡ്സ് ആയിട്ട് അവർ തമ്മിൽ നല്ലൊരു സുഖത്തിലല്ല എന്നുള്ളത്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഈ 2 രാജ്യങ്ങൾ കാരണം അമേരിക്ക ഇംപ്ലിമെൻ്റ് ചെയ്ത ടാരിഫിൻ്റെ വിക്ടിംസ് ആണ് മറ്റുള്ള രാജ്യങ്ങൾ. അതിൽ പുറത്തു നിന്നത്, അതായത് ഡീല് നടക്കാതിരുന്ന 2 രാഷ്ട്രം എന്ന് പറയുന്നത് ബ്രിക് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺട്രിയായ ഇന്ത്യയും ബ്രസീലുമായിരുന്നു എന്നുള്ള. എന്നാൽ അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ഇന്ത്യയുടെ ട്രേഡ് ഡീൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ബ്രസീലിൻ്റെ കാര്യമാണ്. ബ്രസീലിനെ സംബന്ധിച്ച് നമുക്കറിയാലോ, ബ്രസീലിന് മേൽ ഏതാണ്ട് 40% ടാരിഫാണ് എനിക്ക് തോന്നുന്നു ജൂലൈയിൽ ട്രംപ് വെച്ചത്. ആ 40% ടാരിഫിന് പറഞ്ഞ കാര്യം പൊളിറ്റിക്കൽ റീസൺ ആണ് എന്നുള്ളതാണ് അതിനകത്തുള്ള രസകരമായിട്ടുള്ള കാര്യം. അതായത് പ്രോസിക്യൂഷൻ ആൻഡ് കൺവിക്ഷൻ ഓഫ് ഫോർമർ ബ്രസീലിയൻ പ്രസിഡന്റ് ജയർ ബൊൾസനാരോയ്ക്ക് എതിരെ എടുത്ത ആ ഒരു ആക്ഷൻസ് ആണ് ട്രംപിനെ ചൊടിപ്പിച്ചത്.
ആ 40% ഈ ബോൾസനാരോൻ്റെ കാരണത്താലാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. പിന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ജൂലൈ കഴിഞ്ഞതിന് ശേഷം ഈ 40-ന് മുകളിൽ പല കാസ്കേഡിങ് ടാരിഫും കൂടെ വന്ന് ഏതാണ്ട് ബ്രസീലിന് എഗെയിൻസ്റ്റ് യു എസിൻ്റെ നെറ്റ് ടാരിഫ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50% എന്നുള്ളൊരു കണക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് എന്താ സംഭവിച്ചത്? ബ്രസീലിന് മേൽ ഇത്രയും 50% ടാരിഫ് വെച്ചത് കാരണം അമേരിക്കയിൽ ഒരു പ്രോബ്ലം ഉണ്ടായി. ആ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ബ്രസീലിൻ്റെ ആഗ്രി പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ഫാം ആഗ്രി പ്രോഡക്ട്സിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയിൽ എന്ത് പറ്റി? ബ്രസീൽ എന്തൊക്കെ ആഗ്രി പ്രോഡക്ട്സ് ആണ് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോഫി, കൊക്കോവ, ബീഫ്, ഫ്രൂട്ട്സ്, ടൊമാറ്റോസ്, ഈ വക സാധനങ്ങളൊക്കെ ബ്രസീലാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ അമേരിക്കയിലേക്ക് സപ്ലൈ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ 50% ടാരിഫ് ബ്രസീൽക്ക് മേൽ US വച്ചപ്പോൾ ഈ പ്രോഡക്ട്സ് അമേരിക്കയിൽ വളരെ കോസ്റ്റ്ലി ആയി എന്നുള്ള. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് റീറ്റെയിൽ കോഫി പ്രൈസസ് ഇൻ US റോസ് ബൈ 40%, 40% തന്നെ ഉയർന്നു എന്നുള്ള. അപ്പോൾ ഇൻഫ്ലേഷൻ അവിടെ കയറി വരുന്നു, ആൾക്കാർക്ക് ഡിസ്കംഫർട്ട്, സാധാരണ ജനങ്ങൾക്ക് ഡിസ്കംഫർട്ട് ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രംപ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റൻ ചെയ്യേണ്ടി വന്നു എന്നുള്ള. അപ്പോൾ ഈ പ്രോഡക്ട്സിനൊക്കെ ബ്രസീലിൽ ഉള്ള ഈ പ്രോഡക്ട്സിലൊക്കെ ടാരിഫ് പതുക്കെ പിൻവലിച്ച് ഏതാണ്ട് 40% ടാരിഫ് ഏതാണ്ട് പിൻവലിച്ചതായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല, ഈ പ്രോഡക്ട്സിന് മേൽ ഇതുവരെ വച്ച ആ ഒരു ടാരിഫിൻ്റെ കാശ് ചിലപ്പോൾ റീഫണ്ട് ചെയ്യേണ്ടി കൂടി വരും. അതാണ് ആ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രസീലിന് മേലുള്ള ആ ഒരു എന്താ പറയുക, ആ ടാരിഫ് 40% ടാരിഫും കൂടെ പതുക്കെ സിസ്റ്റത്തിൽ നിന്ന് പോയപ്പോൾ ഇനി ഒരു മേജർ കൺട്രീസ് എന്ന് പറയുന്നത് ചൈന, റഷ്യ, ഇന്ത്യ. ചൈനയെടുത്തും റഷ്യയെടുത്തും ജിയോ പൊളിറ്റിക്കലായിട്ട് ഒരുപാട് റീസൺസ് US-നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ അടുത്ത് അത്രയ്ക്ക് ഇല്ല എന്നുള്ള. അപ്പോൾ ഇന്ത്യയോടുള്ള അപ്രോച്ചിന് ഒരു സോഫ്റ്റനിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ട്രേഡ് ഡീല് എപ്പോൾ വേണമെങ്കിലും നടക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ, നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു ന്യൂസ് ഉണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച നടന്നതാണ്. ഞാൻ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് വരാം. അപ്പോൾ ഒന്ന്, നമ്മൾ ബ്രസീൽ എന്ന ഒരു റീസൺ, അതായത് ഇന്ത്യക്കെതിരെ, പിന്നെ നമുക്കറിയാലോ ഈ പറയുന്ന പോലെ റഷ്യയിൽ നിന്നുള്ള ഓയിൽ നമ്മൾ കുറയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഓൾറെഡി ബിൽറ്റിനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം സിസ്റ്റത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ട്രംപിൻ്റെ മകൻ, അതായത് ട്രംപ് ജൂനിയർ, 2 ദിവസം മുമ്പേ, അതായത് 3-4 ദിവസം, ഈ വീക്കെൻഡ് കൂടെ കഴിയുമ്പോൾ 3-4 ദിവസം മുമ്പേ എന്ന് പറയാം, ഒരു വെഡ്ഡിങ് ഫംഗ്ഷന് വേണ്ടി ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വെഡ്ഡിങ് ഫംഗ്ഷന് വേണ്ടി ഇന്ത്യയിലേക്ക് എത്തിയതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു 20th നവംബർ 2025 ആ ട്രംപ് ജൂനിയർ ഇന്ത്യയിലെത്തി. ആ 20-ാം തീയതി എത്തിയ ട്രംപ് ജൂനിയർ എനിക്ക് തോന്നുന്നു അന്ന് തന്നെ ആഗ്രയിൽ പോയി ഒന്ന് താജ്മഹലൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ജാംനഗർ, ഗുജറാത്തിലേക്ക് ഫ്ലൈ ചെയ്തു എന്നാണ് കേട്ടത്. ഫ്ലൈ ചെയ്തിട്ട് ട്രംപ് ജൂനിയറിൻ്റെ അവിടുത്തെ വിസിറ്റ് എവിടെയൊക്കെ ആയിരുന്നു? ഒന്നെന്ന് പറയുന്നത് ഈ വൻതാര, VANTARA എന്ന് പറഞ്ഞ് നമ്മുടെ ആനന്ദ് അംബാനി ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വൈൽഡ് ലൈഫ് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ ഒരു കൺസർവേഷൻ സെൻ്റർ ഉണ്ട്. അത് വിസിറ്റ് ചെയ്യാനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിനുശേഷം, അതായത് അംബാനി ഫാമിലിയെയാണ് വിസിറ്റ് ചെയ്തേക്കുന്നത്. അത് കൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു ആ ഫാമിലിയായിട്ട്, അംബാനി ഫാമിലിയായിട്ട് ട്രംപ് ജൂനിയർ പല അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യുകയും അത് മാത്രമല്ല പല ഡാണ്ടിയ നൈറ്റും പാർട്ടീസും ഒക്കെ നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള. അപ്പോൾ ട്രംപ് ജൂനിയർ പിന്നെ അതിനുശേഷം, അതായത് ഇവിടുത്തെ ആ ഒരു ഇൻവിറ്റേഷൻ, അംബാനിയുടെ ഇൻവിറ്റേഷൻസ് ഒക്കെ അവിടെ എൻജോയ് ചെയ്തതിന് ശേഷം അദ്ദേഹം എനിക്ക് തോന്നുന്നു ഉദയ്പൂർ ലീല പാലസ്, അല്ലെ ഉദയ്പൂർ ലീല പാലസിലാണ് അത് ശരിക്കും പറഞ്ഞ ഒരു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാൻ വന്നത്. അതൊരു അമേരിക്കൻ ഇന്ത്യൻ ഒറിജിൻ ബിസിനസ്മാൻ, അതായത് എനിക്ക് തോന്നുന്നു രാമരാജു മന്തേന, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഒറിജിനലി ട്രംപ് ജൂനിയർ വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ അംബാനിയുടെ ഇൻവിറ്റേഷനിൽ, അംബാനി ഫാമിലിയുടെ ഇൻവിറ്റേഷനിൽ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ടാണ് അതിലേക്ക് പോകുന്നതെന്നുള്ള. അപ്പോൾ അതിനകത്ത് ആ ഒരു സംഭവം ഏതാണ്ട് 20, 21, 22 ദിവസങ്ങളിൽ ഇന്ത്യയിൽ നടന്നു. ട്രംപ് ജൂനിയറും അംബാനി ഫാമിലിയുമായിട്ടുള്ള ആ ഒരു ബോൺ ഹോമി, അല്ലെങ്കിൽ ഒരു ക്യാമറാഡറി, അല്ലെങ്കിൽ ഒരു എന്ത് കൂടിച്ചേരലോ എന്ത് വേണേലും പറയാം. അതൊരു വശത്ത്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിലോ റിലയൻസ് സ്റ്റോപ്സ് ഇമ്പോർട്ടിംഗ് റഷ്യൻ ക്രൂഡ് എഫക്റ്റീവ് November 20, അതായത് നവംബർ അഹെഡ് ഓഫ്, അതായത് ജാനുവരി 2026 കൂടിയാണ് US-ൻ്റെയും യൂറോപ്പിൻ്റെയൊക്കെ സാങ്ഷൻസ് വരുന്നത്. അതായത് ഇതിനൊരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല US ഓൾറെഡി റോസ് നെഫ്റ്റിനെയും ഈ എന്താ പറയുക ലൂക്ക് ഓയിലിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ടാരിഫ് വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കാരണം തന്നെ ചൈന, കാര്യം അവരാണല്ലോ ഏറ്റവും കൂടുതൽ ഈ ക്രൂഡ് അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്, റഷ്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മേൽ സാങ്ഷൻസ് വെച്ചപ്പോൾ ചൈന കുറച്ചു, ടർക്കി കുറച്ചു, ഇന്ത്യയും കുറച്ചു. അതിൽ റിലയൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് 5 ലക്ഷം ബാരൽ
പെർ ഡേ കമ്മിറ്റ്മെന്റ് റോസ്നെഫ്റ്റ് ഉണ്ടായിട്ട് പോലും റിലയൻസ് എഫക്റ്റീവ് ഫ്രം നവംബർ 20 ഇമ്പോർട്ട് ഓഫ് എന്താ പറയുക ഈ റഷ്യൻ ക്രൂഡ് അവർ കംപ്ലീറ്റ്ലി നിർത്തിയിരിക്കുന്നു. അപ്പോൾ അവരുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് റഷ്യൻ ഓയിൽ അങ്ങ് തീർന്നു എന്നുള്ളതാണ്. ഓക്കെ, കാര്യം റിലയൻസ് വാണ്ട്സ് ടു അവോയ്ഡ് എ സെക്കൻഡറി ടാരിഫ് ഓൺ റിലയൻസ് ഇൻഡസ്ട്രീസ്. അത് അവർ അവോയ്ഡ് ചെയ്തു എന്നുള്ളത് നല്ല കാര്യം. അപ്പം നമ്മൾ രണ്ടും കൂടെ ചേർത്ത് വായിക്കണം. എന്താ, നമ്മൾ 2-3 കാര്യങ്ങൾ ബിറ്റ്സ് ആൻഡ് പീസസ് ഒരു പസിൽ പോലെ നമ്മൾ നിരത്തി വയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അംബാനി ഫാമിലി റഷ്യൻ ക്രൂഡ് നിർത്തുന്നു, ബൈ ചെയ്യുന്ന നിർത്തുന്നു. അംബാനി ഫാമിലിയെ കാണാൻ ട്രംപിൻ്റെ മകൻ ട്രംപ് ജൂനിയർ വരുന്നു. എന്തൊക്കെയോ അവിടെ സംസാരം നടന്നു കാണുമായിരിക്കാം, ഒരു മഞ്ഞുരുകൽ ഉണ്ടാവുന്നു. അതുകൂടാതെ തന്നെ ഇപ്പുറത്തെ വശത്ത് ബ്രസീലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറിയിരിക്കുന്നു. അതോടുകൂടി എന്താ പറയുക, ഇന്ത്യ മാത്രമാവുന്നു ഈ പറയുന്ന പോലെ ടാരിഫ് ഉള്ള ഒരു രാജ്യം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും റഷ്യൻ ഓയിൽ നിർത്തിയത് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വളരെ നല്ല രാജ്യമാണ്, മോഡി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടാണ് എന്നുള്ള സ്ഥിരം യൂഷ്വൽ ക്ലീഷേസ് ഒക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ ഇതെല്ലാം പോയിന്റ് ചെയ്യുന്നത് ദിസ് ന്യൂസ് ക്യാൻ കം എനി ടൈം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ ഇതായിരിക്കണം ഇന്ത്യൻ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ട്രിഗറായിട്ട് മുകളിലേക്ക്, അതായത് 26,000, അതായത് ആ ഹൈ കട്ട് ചെയ്ത് നമുക്കൊരു ക്ലോസ് വേണമല്ലോ. അത് ശരിക്കും പറഞ്ഞ ഒരു ഹൈ കട്ട് ചെയ്താൽ മാത്രം പോരാ, ആ ക്ലോസ് വരാനായിട്ടുള്ള സാധ്യതകൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. എന്നാൽ താഴോട്ട് ചെറിയൊരു ടെക്നിക്കൽ കറക്ഷൻ അല്ലാതെ വേറെ മാർക്കറ്റിനെ വലിയ രീതിയിൽ ഒരു ക്യാപിറ്റുലേഷന് വേണ്ടിയിട്ട് എന്താ പറയുക നിർബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് ഘടകങ്ങളും കാണുന്നില്ല. ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതെന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാവുന്ന എന്നുള്ള ഒരു കാര്യം. പിന്നെ നമുക്കിനി ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ടോപ്പ് ടു ബോട്ടം നമുക്ക് നോക്കാം. US മാർക്കറ്റ് ഫ്രൈഡേ വളരെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തതെന്നുള്ള. S&P 500 0.98% അപ്പായിരുന്നു, നാസ്ഡാക്ക് 0.88% അപ്പായിരുന്നു, ഡൗ ജോൺസ് 1.1% അപ്പായിരുന്നു. പക്ഷേ അവിടെ ഓറക്കിൾ ആ ദിവസം 5.7% ഡൗൺ ആണ്. ലാസ്റ്റ് വീക്ക് ഞാൻ നോക്കുമ്പോൾ 10.8% ഡൗൺ ആയിരുന്നു ഓറക്കിൾ. അപ്പോൾ ഓറക്കിൾ ഒരു ബാഡ് പെർഫോമർ ആണ്. കാര്യം AI സ്റ്റോക്സിൻ്റെ ആ ഒരു ഡിസ്കഷൻ ആണല്ലോ നമ്മൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഒറക്കിളിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതെന്നുള്ളൂ. ബട്ട് AIയുടെ ഓവർ വാല്യുവേഷൻ അല്ലെങ്കിൽ ബബിൾ ടെറിട്ടറി എന്നുള്ളത് അവിടെ തന്നെ നിൽക്കുന്നു. അതായത് 2 കാരണങ്ങൾ കൊണ്ടാണ് US മാർക്കറ്റിൽ സെൽ ഓഫ് വന്നത്. ഒന്ന്, ഈ AI ട്രേഡ് എന്ന് പറയുന്നത് ക്രൗഡഡ് ആണോ, അവിടെ ഒരു ബബിൾ ബിൽഡ് ചെയ്യുന്നുണ്ടോ ഒന്ന്. രണ്ടാമത്, ഡിസംബർ ഫെഡ് മീറ്റിംഗിൽ റേറ്റ് കട്ട് ഉണ്ടാവാനുള്ള സാധ്യതകളില്ല. ഇത് രണ്ടുമായിരുന്നല്ലോ US മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് നടന്നത്. ഇപ്പോൾ ആ ഫെഡിൻ്റെ റേറ്റ് കട്ടിൻ്റെ കാര്യത്തിൽ ചെറിയ ഒരു സെൻറ്റിമെൻറ്റ് ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. ജോൺ വില്യംസ് എന്ന് പറഞ്ഞ് ഈ FOMCയിലെ ഒരു ന്യൂയോർക്ക് ഗവർണറുണ്ട്. ഈ ജോൺ വില്യംസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞതെന്താ, ഫർദർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ നിയർ ടേം, അതായത് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ ഡിസംബറിൽ ഉണ്ട് എന്ന് ജോൺ വില്യംസിൻ്റെ വാക്കുകൾ വന്നു. പക്ഷേ ഈ ജോൺ വില്യംസ് പറയുന്ന വാക്കുകളെ എന്തുകൊണ്ട് മാർക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണമെന്നറിയോ? ഈ ജോൺ വില്യംസ് എന്ന് പറയുന്നത് നമ്മുടെ ജെറോം പവലായിട്ടും വൈസ് ചെയർ ഫിലിപ്പ് ജെഫേഴ്സണുമായിട്ട് ഭയങ്കര ബന്ധമാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഒരു വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ഇവർ തമ്മിലുണ്ട്. ഏതാണ്ട് മനസാക്ഷി സൂക്ഷിപ്പുകാർ ആണ് എന്നുള്ള രീതിയിലാണ് ഇവർ 3 പേരും പെരുമാറുന്നത്. അപ്പോൾ ജോൺ വില്യംസിൻ്റെ വാക്കുകൾ വരുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത്, ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത്, ജെറോം പവൽ ഈസ് ഓൾസോ ഇൻറ്റൻഡിങ് ഫോർ എ റേറ്റ് കട്ട് ഇൻ ഡിസംബർ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദി റീസൺ ദാറ്റ് സേവ്ഡ് US മാർക്കറ്റ് ഓൺ ഫ്രൈഡേ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്താ പറയുക ഒരു റേറ്റ് കട്ട് ഡിസംബറിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഇല്ലായിരുന്നു എന്നുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ ഈ CME ഗ്രൂപ്പ്സ് ഫെഡ് വാച്ച് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. CME ഗ്രൂപ്പിൻ്റെ ഫെഡ് വാച്ച് ടൂൾ. ഈ വാച്ച് ടൂൾ പറയുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഓട്ട്സ് സ്റ്റാക്കപ്പ് ചെയ്യുന്നത്, അതായത് ഈ ഫെഡിൻ്റെയൊക്കെ റേറ്റ് കട്ടിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ അനലൈസ് ചെയ്യുന്ന ഒരു ടൂളാണ്. നമ്മളത് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നവംബർ 24, അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത ഇതും അല്ലെങ്കിൽ ഇന്നത്തെ ഇതും കൂടെ നോക്കുമ്പോൾ ഏതാണ്ട് അത് 70% കൂടുതലായിരിക്കുന്നു. അതായത് അത്രയും പേര് ബിലീവ് ചെയ്യുന്നു, അതായത് ഒരു പെർസെൻറ്റേജ്, ഒരു മൂഡ് ആണ് അസസ് ചെയ്യണമെന്നുള്ളത്. ഏതാണ്ട് റേറ്റ് കട്ട് സംഭവിക്കും. ഇത് കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് 33 വരെ പോയി, പിന്നെ 40 ആയി, അത് 70ലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ള. അപ്പോൾ ആ ഒരു ടൂളും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്
US ഡിസംബർ റേറ്റ് കട്ടിനുള്ള സാധ്യതകളുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ച US മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. പിന്നെ രണ്ടാമതായിട്ടുള്ള റീസൺ എന്താണ്? AI ട്രേഡ് ബബിൾ എന്നുള്ളതാണ്. ആ AI ട്രേഡ് ബബിൾ അല്ലെങ്കിൽ ഓവർ ക്രൗഡ് ആയിട്ടുള്ള AI ട്രേഡ് എന്നുള്ളതാണ്. അവിടെയും ഒരു നല്ല കാര്യം സംഭവിച്ചു വെച്ചാൽ റേ ഡാലിയോ. ഈ റേ ഡാലിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ കയറി പ്രേക്ഷകർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എക്കണോമിക്സ് എന്താണ്, എങ്ങനെയാണ് അമേരിക്കൻ എക്കണോമി വർക്ക് ചെയ്യണത്, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, വളരെ ബേസിക് ആയിട്ട് അനിമേറ്റഡ് വീഡിയോ ഒക്കെ ചെയ്യുന്ന റേ ഡാലിയോ ബ്രിഡ്ജ് വാട്ടറിൻ്റെ ഫൗണ്ടറാണ്. അദ്ദേഹവും ഒരു വാക്ക് അവിടെ പറയേണ്ടായി. അതായത് CNBC ഇന്റർനാഷണലിൻ്റെ സ്ക്വാക്ക് ബോക്സ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഡെഫിനറ്റ്ലി AI സ്റ്റോക്സ് എന്ന് പറയുന്നത് ഒരു ബബിൾ ടെറിട്ടറിയിൽ തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. എന്നാൽ അതിൽ വലിയൊരു കറക്ഷൻ, അതായത് ഒരു ക്രാഷ്, അതായത് ഒരു ബബിൾ ക്രാഷ് അതിനകത്ത് നടക്കണം എന്നില്ല. അതായത് അദ്ദേഹം പറയുന്ന റീസൺ നടക്കണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. കാര്യം വെച്ചാൽ അദ്ദേഹം പറയുന്ന കാര്യം വെച്ചാൽ ബബിൾ ഡസൻ ബേസ്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ. അത് സ്വന്തമായിട്ടൊരു ബബിൾ പൊട്ടില്ല. ബബിൾ പൊട്ടണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഷോക്ക് വേണം. എന്താണ് ആ ഷോക്ക്? US മാർക്കറ്റിൽ സാധാരണ ഷോക്കായിട്ട് എപ്പോഴും വരുന്നത് ഒരു വലിയ സെൽ ഓഫ്. അതായത് സെൽ ഓഫ് എന്തിനാണ് വരുന്നത്? അതായത് സിസ്റ്റത്തിൽ ക്യാഷ് ഇല്ലാതെ വരുമ്പോൾ ആൾക്കാർ പൈസ എടുക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സേഫ്റ്റി സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ ആൾക്കാർ തിരിച്ച് പൈസ എടുക്കും. അതായത് ഇൻവെസ്റ്റേഴ്സ് തിരിച്ച് പൈസ എടുക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ US മാർക്കറ്റിൽ ഇല്ല. കാര്യം വെച്ചാൽ സാധാരണ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കാണ് ഇതേപോലുള്ള ബബിളുകളെ പൊട്ടിക്കാൻ സാധ്യതയുള്ള സാധനം. എന്നാൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന സൈക്കിളും കൂടെ ആയതുകൊണ്ട് ബബിൾ ടെറിട്ടറിയിലാണ്. പക്ഷെ ആ ബബിൾ പൊട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് റേ ഡാലിയോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അതും ഇതിനകത്ത് ഒരു ട്രിഗർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഒരു കാര്യം ശരിയാണ്, AI സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻ പ്രൈസിൻ്റെ അഹെഡായിട്ട് സഞ്ചരിച്ചിരിക്കുന്നു. അതിൻ്റെ വാല്യുവേഷൻ ഫണ്ടമെൻ്റൽസിനെ ഓവർലുക്ക് ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്നു. പക്ഷേ അത് ബബിള് പോലെ പൊട്ടാൻ ചാൻസ് ഇല്ല. പകരം ഈ ഓവർ വാല്യുവേഷൻ ടെറിട്ടറിയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഇനി ഫർദർ അപ്സൈഡ് ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ടൈം കറക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് മെസ്സേജസ് ആയിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന പോലെ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്ന US മാർക്കറ്റ്. പിന്നെ CBO വോൾട്ടിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ -11.3% ഡൗൺ ആണ്. ട്രഷറി ഈൽഡ് നോക്കുകയാണെങ്കിൽ -2, അതായത് 10-year US ബോണ്ട് ഈൽഡ് -2 ബേസിസ് പോയിന്റ്സ് ഡൗൺ ആണ്, 4.06 ആയിരിക്കുന്നു. ബ്രെന്റ് ക്രൂഡ് നമ്മൾ നോക്കുമ്പോൾ $62.44 പെർ ബാരൽ, അതായത് ഡൗൺ 1.5% ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ യുക്രൈനും റഷ്യയും തമ്മിൽ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപ് പുതിയൊരു പാക്കേജ് കൊടുത്തു. ട്രമെൻഡസ് പ്രഷർ യുക്രൈന് മുതൽ അദ്ദേഹം പ്രഷർ അപ്ലൈ ചെയ്യുകയാണ്. ഏതാണ്ട് November 27 തന്നെ നിങ്ങളൊരു അഭിപ്രായം പറയണമെന്നാണ്. എന്നാൽ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിക്സ് ഏതാണ്ട് 12%, 12.32% അപ്പാണ് ടു 13.63 എന്നുള്ളതാണ്. പിന്നെ റുപ്പി അറിയാലോ, റുപ്പി സംബന്ധിച്ച് ഒരു എന്താ പറയുക, ഏറ്റവും ലോവസ്റ്റ് ഡിപ്രീഷിയേറ്റിംഗ് ടു 89.6650 എന്നുള്ള ലെവലിലേക്ക്, അതായത് RBI റുപ്പി പിടിച്ചു നിർത്താനായിട്ട് ഇൻ്റർഫിയർ ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കണേ. അതുകൊണ്ട് ഫ്രൈഡേ ലൈഫ് ടൈം ലോ ആയിട്ടാണ് വന്നതെന്നുള്ളത്. ബിഗ്ഗസ്റ്റ് ഫോൾ ഇൻ ഓവർ 3 months. 3 monthsലെ ഏറ്റവും വലിയ ഫോൾ ആണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ US-ഉം ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് അൺസർട്ടനിറ്റി. രണ്ടാമത് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ്, അതായത് ഇന്ത്യയിൽ നിന്ന് സെല്ല് ചെയ്ത് ഡോളർ പുറത്തേക്ക് പോകുകയാണല്ലോ, അതിൻ്റെ ഒരു പ്രഷറുണ്ട്. പിന്നെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഒന്ന് വൈഡൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് ബിസിനസ് സ്റ്റാൻഡേർഡ് എനിക്ക് തോന്നുന്നു 9 പേരുടെ പോൾ നടത്തിയിട്ട്, അതായത് റുപ്പിയുടെ മൂവ്മെന്റ് എന്തായിരിക്കും നോക്കുമ്പോൾ അതെനിക്ക് തോന്നുന്നു RBL ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, IFA ഗ്ലോബൽ, CR Forex, മെക്കളായി ഫിനാൻഷ്യൽ സർവീസസ്, ഷിൻഹാൻ ബാങ്ക്, ഫിൻറെക്സ് ട്രഷറി അഡ്വൈസേഴ്സ്, ICICI സെക്യൂരിറ്റീസ് പ്രൈമറി ഡീലർഷിപ്പ്, ഇതെല്ലാം ഈ മണി മാർക്കറ്റ്, ഈ പറയുന്ന പോലെ കറൻസി മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്നവരാണ്. അവരെല്ലാവരും പറയുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ റുപ്പി ഏതാണ്ട് 90 വരെ ടച്ച് ചെയ്തിട്ട് തിരിച്ച് ഒരു ഡിസംബർ അവസാനത്തോടുകൂടി 88.5 നിയർ ബൈ ആയിട്ട് സെറ്റിൽ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇതൊക്കെയാണ് ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. അതായത് റുപ്പിയാണ് ഇവിടെ ഒരു വില്ലനായിട്ട് നിൽക്കുന്ന ഒരു കാര്യം. ഇനി നമുക്കൊന്ന് മാർക്കറ്റിൽ പറയേണ്ട കാര്യം, 2 ദിവസമായിട്ട് നമ്മൾ നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത് എൻ ക്യാരി ട്രേഡ് ആണ്. അതായത് നമ്മുടേതായി തന്നെ നമ്മുടെ ഒരു പ്രേക്ഷകൻ യൂട്യൂബ് വീഡിയോസിൽ മാധവ് P. നായർ, പിന്നെ അതുപോലെ സാജൻ, ഇങ്ങനെ 2-3 പേര് നമ്മുടെ അടുത്ത് എൻ ക്യാരി ട്രേഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ അതും കൂടെ പറഞ്ഞ് നമുക്ക് അപ്ഡേറ്റിലേക്ക് പോകുന്നതായിരിക്കും നമുക്ക് നല്ലതാണ്. അപ്പോൾ എൻ ക്യാരി ട്രേഡിൻ്റെ ബേസിക് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ എൻ ക്യാരി ട്രേഡിൻ്റെ ഡെഫിനിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് എൻ ക്യാരി ട്രേഡിനെ നമ്മളിപ്പോൾ ഫിയർ ചെയ്യുന്നത്, എന്താണ് ആ പശ്ചാത്തലം, എന്താണ് എൻവയറൺമെൻറ്റ് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ ജപ്പാൻ, നമ്മൾ ഈ എൻ എന്ന് പറയുന്നത് ജാപ്പനീസ് കറൻസി ആണല്ലോ, അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇതിന് തുടങ്ങേണ്ടത്. അതായത് ജപ്പാൻ, ഈ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് തന്നെ
നല്ലൊരു ഹൈ ഡെപ്റ്റ് ഉള്ള ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറഞ്ഞത്. അതായത് എനിക്ക് തോന്നുന്നു അവരുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ ഏതാണ്ട് 230% ആണ്. അതായത് ഡെവലപ്ഡ് നേഷൻസിൽ ഹയസ്റ്റ് ആയിട്ടുള്ള ഡെപ്റ്റ് ഉള്ള ഒരു രാജ്യമാണ് ജപ്പാൻ എന്നുള്ളത്. അതാണ് അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ജപ്പാൻ ഇത്രയും ഡെപ്റ്റ് ഉണ്ടായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റി എന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ അവരുടെ അവിടുത്തെ ഈ ബോണ്ടിൻ്റെയൊക്കെ ആ ഒരു ഈൽഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 0 ആയിരുന്നു, വളരെ വില കുറവായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ബോണ്ട് മേജറായിട്ട് മേടിച്ചിരുന്നത് ബാങ്ക് ഓഫ് ജപ്പാൻ, അവിടുത്തെ സെൻട്രൽ ബാങ്കും അവിടുത്തെ ജാപ്പനീസ് സിറ്റിസൺസും അല്ലെങ്കിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ മേടിച്ചിരുന്നു എന്നുള്ളതാണ് അവരുടെ ബോണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് കിട്ടി, ഈ ക്രെഡിറ്റ് കാർഡിലേക്ക് നമുക്ക് തിരിച്ചടയ്ക്കാൻ നേരത്ത് 0% ഇൻട്രസ്റ്റ് ആണ്. ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണ്? ഭയങ്കര വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതായത് 43% വരെ ആവും എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ അവിടെ ഈ ജപ്പാനിലെ ഈ ബോണ്ടും ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ ബോണ്ട് ഈൽഡും ഒക്കെ കൂടെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിനൊരു ഇക്വലൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ മേടിച്ചിട്ട് അതിന് നമുക്ക് അടയ്ക്കാം, പക്ഷേ അതിനകത്ത് പൈസയില്ല, ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ള. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ജപ്പാൻ്റെ ഈ ഹൈ ഡെറ്റ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമല്ല. ഇൻട്രസ്റ്റ് റേറ്റ് നിയർ ടു 0 അല്ലെങ്കിൽ 1% താഴെ അങ്ങനെയൊക്കെ രീതിയിൽ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളും അവിടുത്തെ സെൻട്രൽ ബാങ്കും തന്നെ ബോണ്ട് മേടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ജപ്പാൻ്റെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 230% എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആയിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നേച്ചർ എന്ന് പറയുന്നത്. ഇപ്പം എന്താ പറ്റിയേക്ക്? ഇപ്പം എന്താണെന്ന് വെച്ചാൽ ജപ്പാനിൽ ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് ഉയരുന്നു. ഈ ഇൻഫ്ലേഷൻ ഉയരുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അതിൽ വൺ ഓഫ് ദ മേജർ റീസൺ ഇപ്പോൾ ജപ്പാനിൽ പുതിയ പ്രൈം മിനിസ്റ്റർ വന്ന് പുതിയ സ്റ്റിമുലസ് ഒക്കെ അവിടെ എക്കണോമിയിലേക്ക് മണി പമ്പ് ചെയ്യാനൊക്കെ നോക്കുന്നു. അങ്ങനെ പല കാരണങ്ങളാൽ ഇൻഫ്ലേഷൻ കൂടുന്നു. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ സെൻട്രൽ ബാങ്കുകൾ എന്ത് ചെയ്യണം? ആ ഇൻഫ്ലേഷൻ പിടിച്ചു നിർത്താൻ വേണ്ടി ഹോക്കിഷ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണം. അപ്പോൾ ഏതാണ്ട് 0 ലെവലിൽ നിൽക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെ ജപ്പാൻ കൂട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ലോങ് ടേം ബോണ്ടുകളൊക്കെ ഓൾ ടൈം ഹൈയിലേക്ക് കയറും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ എന്ത് പറ്റും? ബോണ്ട് റേറ്റ്സ് ഒക്കെ ബോണ്ട് ഈൽഡൊക്കെ നേരെ അങ്ങ് കൂടും എന്നുള്ള. അപ്പോൾ ഈ ജാപ്പനീസ് ഗവൺമെൻറ് ബോറോ ചെയ്തിരിക്കുന്ന, അതായത് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റിനെ ബേസ് ചെയ്തിട്ടാണല്ലോ, അത് ഇത്രയും നാൾ ബോറോ ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ 0ന് അടുത്താണ് ജാപ്പനീസ് ഗവൺമെൻറ് ബോറോ ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ, പലിശ കൂടുമ്പോൾ ഈ ലോൺസ് ഭയങ്കരമായിട്ട് കോസ്റ്റ്ലി ആവും എന്നുള്ളതാണ്. അതായത് ഗവൺമെൻറ്റിന് മേലുള്ള ബാധ്യത അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് പേയിങ്ങിൻ്റെ ആ ഒരു ഇത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. ഇതാണ് ജപ്പാൻ്റെ പശ്ചാത്തലം. ഇത് ജപ്പാൻ്റെ പ്രോബ്ലമാണ്, ഞാൻ മാറ്റിവെക്കുകയാണ്. ജപ്പാനിൽ നടക്കുന്ന ഇഷ്യൂ ആണ് ഇതെന്ന് പറയുന്നത്. എന്നാൽ ക്യാരി ട്രേഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജപ്പാനിൽ നമ്മൾ പറഞ്ഞല്ലോ ഇൻട്രസ്റ്റ് റേറ്റ് 0 ആയത് കാരണം അവിടെ ബോണ്ടൊന്നും വളരെ ചീപ്പ് പ്രൈസ്ഡ് ആയിരുന്നുള്ള. അപ്പോൾ എന്ത് ചെയ്യും? ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ജപ്പാനിൽ നിന്ന് പോയി പൈസ എടുക്കും. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇന്ത്യക്കാരെ പോലെ അല്ല ഗ്ലോബൽ മണി. നമ്മുടെ എന്ന് പറഞ്ഞാൽ കേജ്ഡ് ക്യാപിറ്റലാണ്. കേജ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് പോയി പുറത്തുള്ള അസറ്റ്സ് ഒന്നും മേടിക്കാൻ പറ്റില്ല. എന്നാൽ US-ലൊക്കെ ഉള്ള അല്ലെങ്കിൽ വേൾഡ് ഓവറുള്ള വലിയ ലാർജ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ കേജ്ഡ് മണി അല്ല, കേജ്ഡ് ക്യാപിറ്റൽ അല്ല, കൂട്ടിക്കിടക്കുന്ന പൈസ അല്ല. അവർക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും, ഇന്ന് ജപ്പാനിലാണെങ്കിൽ നാളെ ചൈന, മറ്റൊന്ന് ടൈവാൻ, അതിൻ്റെ അടുത്ത ദിവസം ജർമ്മനി അല്ലെങ്കിൽ ലണ്ടൻ, അങ്ങനെ മാറ്റി കൊണ്ടുപോകാന്നുള്ളത് സാഹചര്യങ്ങളനുസരിച്ച് ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് മാറ്റാം. അതിൽ ഇന്ത്യയിലും വരും. ഇന്ത്യയിൽ എന്തെങ്കിലും നെഗറ്റീവ് വരികയാണെങ്കിൽ സെൽ ഓഫ് ചെയ്ത് US-ൽ പോകും. അവിടെ എന്തെങ്കിലും നെഗറ്റീവ് വരുവാണെങ്കിൽ നേരെ തിരിച്ച് ഇന്ത്യയിലേക്ക് വരും. ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഗ്ലോബൽ ഹോട്ട് മണി, നമ്മൾ അതിനെ റെഡ് ഹോട്ട് മണി എന്നാണ് പറയുന്നത്. അവരൊക്കെ എന്ത് ചെയ്യും? ജപ്പാനിൽ പോയിട്ട് ഈ 0% അടുത്ത് കിടക്കുന്ന ഇതിൽ പൈസ എടുത്തിട്ട് അതർ മാർക്കറ്റ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ ബാങ്ക് എന്ന് വിചാരിക്കുക, എനിക്ക് എവിടുന്നെങ്കിലും 0% ഒരു പൈസ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇന്ത്യൻ ബാങ്കിൽ ഏതെങ്കിലും കൊണ്ടുപോയി നമ്മൾ പൈസ ഇട്ടിട്ട് 6% പോസ്റ്റ് ടാക്സ് റിട്ടേൺ എനിക്ക് കിട്ടിയാൽ എനിക്ക് 6% റിട്ടേൺ ഉണ്ടാക്കിയില്ലേ? അതേപോലെ അവരെവിടെയൊക്കെ ഇടും? അവർ ഈ പറയുന്ന പോലെ ഇന്ത്യയിലിടും, US-ലിടും, യൂറോപ്പിലിടും, പല രാജ്യങ്ങളിലും 0% എടുത്തിട്ട് 6%, 5%, 4% കിട്ടുന്ന അസറ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അത് മാത്രമല്ല, ആ കിട്ടുന്ന ഇപ്പോൾ ഒരു ഉദാഹരണം 0% എടുക്കുന്നു, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് 6% കിട്ടുന്നു. ആ 6% ഉപയോഗിച്ച് ശരിക്കും പറഞ്ഞാൽ പല സ്റ്റോക്കുകളിലും, US സ്റ്റോക്കുകളിൽ, US ബോണ്ടുകളിൽ, എമർജിങ് മാർക്കറ്റ് സ്റ്റോക്കുകളിൽ, ക്രിപ്റ്റോ കറൻസികളിൽ, ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അത് മാത്രമല്ല,
അമേരിക്കയിൽ നിന്ന് 0% അല്ല, ജപ്പാനിൽ നിന്ന് വളരെ ലോവർ റേറ്റിന് പൈസ കിട്ടണമെങ്കിൽ അതെടുത്തിട്ട് എമർജിങ് മാർക്കറ്റ്സിൽ ഇട്ടിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന റിട്ടേൺ, അതായത് നമ്മൾ ഇവിടുന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ, എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല. അപ്പോൾ പലിശ അടയ്ക്കേണ്ട, പലിശ അടയ്ക്കണമെങ്കിൽ തന്നെ അത് വളരെ കുറവാണ് എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് US സ്റ്റോക്സിലേക്ക്, US ബോണ്ടിലേക്ക്, ഗോൾഡ്, ക്രിപ്റ്റോ കറൻസി, എമർജിങ് മാർക്കറ്റിലേക്കൊക്കെ വന്നു, അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ക്യാരി ട്രേഡ്. ബോറോ ഇൻ ലോ കോസ്റ്റ്, എന്താ പറയുക, ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള കൺട്രി, അത് ജപ്പാൻ, അവിടെ നിന്ന് എടുത്തിട്ട് ഹൈ ഈൽഡിങ് അസറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ക്യാരി ട്രേഡ് എന്ന് പറയുന്നത്. ഈ ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും എന്നുള്ളതാണ് പ്രശ്നം. ആ ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ നോക്കുക, അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, ഇപ്പോൾ അതിന് 3 കാരണങ്ങളാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഈ പറയുന്ന പോലെ, അതായത് ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ 3 കാരണങ്ങളാണ് പറയുന്നത്. ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നോക്കുക, അതായത് ജപ്പാനിൽ ഇൻഫ്ലേഷൻ കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു. ഇന്ത്യയിൽ RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നു, അല്ലെങ്കിൽ US ഫെഡ് FOMC മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. ഇപ്പോൾ മേജർ രാജ്യങ്ങളിൽ, അതായത് അവിടുന്ന് ജപ്പാനിൽ നിന്ന് പൈസ എടുത്ത് എവിടെയൊക്കെയാണോ ഇൻവെസ്റ്റ് ചെയ്തത്, ഇപ്പോൾ ആ ട്രേഡിന് റെലവൻസ് ഇല്ലാതായി കഴിഞ്ഞു. ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും ചെയ്യുന്നു, മറ്റുള്ള രാജ്യങ്ങളുടെ കുറയും ചെയ്യുന്നു. അപ്പോൾ ആ ഡിഫറൻഷ്യലിൽ വലിയ അർത്ഥമില്ല ഇത്രയും റിസ്ക് എടുക്കുന്നതിൽ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ജപ്പാനിൽ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ കുറേ ഇൻവെസ്റ്റേഴ്സ് ആ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ കുറേ പേര് എന്നിലും ജപ്പാൻ ബോണ്ട്സിലേക്കും പോയി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. അത് രണ്ടാമത്തെ റീസൺ. ഇനി മൂന്നാമത്തെ റീസൺ, അത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസണാണ്. അതായത് ജപ്പാനിൽ നിന്ന് എടുത്തിരിക്കുന്ന ആ പൈസ, ലോണായിട്ട് എടുത്തിരിക്കുന്ന പൈസയ്ക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയും നാൾ 0 ആയിരുന്നു, അത് ഭയങ്കരമായിട്ട് കയറി. അപ്പോൾ കോസ്റ്റ് ഓഫ് ബോറോയിങ് ഫ്രം ജപ്പാൻ ഹാസ് ഓൾസോ ഇൻക്രീസ്ഡ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കടം എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ കടം അങ്ങ് തീർക്കാൻ നോക്കും. മറ്റുള്ള മാർക്കറ്റിൽ നിന്നൊക്കെ നല്ലോണം കാശ്, ഇപ്പോൾ US മാർക്കറ്റിൽ ട്രേഡ് കാരണം നല്ല കാശുണ്ടാക്കി അവിടെ നിന്നൊക്കെ വിറ്റിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് എടുക്കാം എന്നുള്ള, അതായത് തിരിച്ച് ജപ്പാനിലേക്ക് കൊണ്ടുപോയി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ എന്നിൻ്റെ അൺവൈൻഡിങ്ങിൽ നടന്നേക്കാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ഇതിനകത്ത് US ബോണ്ട്സിൽ സെല്ലിങ് നടക്കുകയാണെങ്കിൽ, അതായത് പൈസ എടുത്തിട്ട് തിരിച്ച് ജപ്പാനിലേക്ക് പോകാനായിട്ട് US ബോണ്ട്സ് സെല്ല് ചെയ്യുകയാണെങ്കിൽ ബോണ്ടിൻ്റെ വില ഭയങ്കരമായിട്ട് താഴേക്ക് വരും. ബോണ്ടിൻ്റെ വില താഴേക്ക് വരുമ്പോൾ ഈൽഡ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. ബോണ്ട് അങ്ങനെയാണല്ലോ, ബോണ്ടിൻ്റെ വില താഴേക്ക് വരുമ്പോൾ ഈൽഡ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ US എടുത്തിരിക്കുന്ന കടത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടും. അതെന്ത് ചെയ്യും? അത് കാരണം പൈസ തിരിച്ച്, ലോകത്ത് ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ച് US വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും എമർജിങ് മാർക്കറ്റ്, US സ്റ്റോക്ക് മാർക്കറ്റ്, ഇതെല്ലാം സെൽ ഓഫ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. കാര്യം വെച്ചാൽ ആ ക്യാരി ട്രേഡ് ഒന്ന് അൺവൈൻഡ് ചെയ്യാനായിട്ട്, എന്നിട്ട് തിരിച്ച് എന്നിലേക്ക് പൈസ പോകും എന്നുള്ള അതും ഒരു നെഗറ്റീവാണ്. പിന്നെ സ്ട്രോങ്ങറും കൂടെ ആയ അതിൻ്റെ ഇമ്പാക്റ്റും മറ്റുള്ള സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റുള്ള ഫിനാൻഷ്യൽ അസറ്റ്സിലേക്കും വരും. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളാണ് ഒരു ക്യാരി ട്രേഡ് കൊണ്ട് ലോകത്ത് നടക്കാനുള്ള ചാൻസ്. അപ്പോൾ ക്യാരി ട്രേഡിൻ്റെ ഡെഫിനിഷൻ അല്ല, ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്യുകയാണെങ്കിൽ കാസ്കേഡിങ് എഫക്റ്റ് ആയിട്ട് ഓരോരുത്തരും വേറെ പ്രശ്നമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. സുരേഷ് സാർ, ഏതായാലും നമുക്കിനി അറിയേണ്ടത് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ബിസിനസ് അല്ലെങ്കിൽ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഏതാണ് പങ്കുവെക്കാനുള്ളത്? വിഷ്ണു, ഇതിൽ അമേരിക്കയിലെ പെർമിയൻ ബേസിൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പെർമിയൻ, PERMIAN. ഈ പെർമിയൻ ബേസിൻ എന്ന് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ വലിയൊരു റിസർവാണ്. അമേരിക്കയിലെ തന്നെ ആ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഓയിൽ ആൻഡ് ഗ്യാസ് റിസർവ് ഉള്ളത് എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ പെർമിയൻ ബേസിൻ എന്ന് പറയുന്നത്. അത് ഏതാണ്ട് ടെക്സാസിൻ്റെ വെസ്റ്റ് ഭാഗവും മെക്സിക്കോൻ്റെ സൗത്ത് ഈസ്റ്റേൺ ഭാഗവും, ന്യൂ മെക്സിക്കോൻ്റെ സൗത്ത് ഈസ്റ്റേൺ ഭാഗവും ടെക്സാസിൻ്റെ വെസ്റ്റ് ഭാഗവും കൂടെ ചേർന്ന് വരുന്ന സ്ഥലത്താണ് നമ്മൾ ഈ പെർമിയൻ ബേസിൻ എന്ന് പറയുന്ന സ്ഥലത്തിനെ പറയുന്നത്. അതായത് US ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ്റെ 40 തൊട്ട് 50% ഈ പെർമിയൻ ബേസിനിൽ നിന്നാണ് വരുന്നതെന്ന്. അതുമാത്രമല്ല US തന്നെ ഏറ്റവും ഹയസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസിങ് ഫീൽഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ പെർമിയൻ ബേസിൻ ആണെന്നുള്ള. അതുമാതിരി വേൾഡിലെ തന്നെ വൺ ഓഫ് ദ പ്രൊലിഫിക് ആണ്, വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഓയിൽ ഫീൽഡാണ് പെർമിയൻ ബേസിൻ. അപ്പോൾ അമേരിക്കയിലുള്ള ഈ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ വലിയൊരു റിസർവ് ഉള്ള സ്ഥലമാണ് ഈ പെർമിയൻ ബേസിൻ എന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ
ഷെയിൽ, അമേരിക്കയിലെ തന്നെ ഈ ഷെയിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, അതിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് ഫീൽഡാണ് പെർമിയൻ ബേസിൻ. അപ്പോൾ പെർമിയൻ ബേസിൻ്റെ ഒരുപാട് പ്രത്യേകതയുണ്ട്. അതായത് ടോട്ടൽ നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ, US-ൻ്റെ ടോട്ടൽ നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ്റെ 15% ഈ പെർമിയൻ ബേസിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ള. അപ്പോൾ പെർമിയൻ ബേസിൻ്റെ വളരെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നിർത്തിയത്. അപ്പോൾ പെർമിയൻ ബേസിൻ അവിടെ നിൽക്കട്ടെ എന്നുള്ള. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ പെർമിയൻ ബേസിൻ കാരണം അമേരിക്കയുടെ ഈ എനർജി സെക്യൂരിറ്റി, അതായത് സ്വന്തമായിട്ടുള്ള എനർജി ആവശ്യം തന്നെ ഈ പെർമിയൻ ബേസിൻ ഒരുപാട് അതിനുവേണ്ടി സഹായിച്ചു എന്നുള്ളതാണ്. അതുമാത്രമല്ല ഗ്ലോബൽ രീതിയിൽ മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും റഷ്യയും സൗത്ത് അമേരിക്കൻ കൺട്രികളുടെ ഇടയ്ക്ക് വേറൊരു എക്സ്പോർട്ടിംഗ് കൺട്രി ആയിട്ട് അമേരിക്ക മാറാനായിട്ട് ഈ പെർമിയൻ ബേസിൻ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ പെർമിയൻ ബേസിൻ എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലെസ്ഡ് ആയിട്ട് അമേരിക്ക കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളതാണ്. നമ്മൾ കേട്ടാണ് ഈ ഞാൻ പറഞ്ഞല്ലോ, അതായത് ടെക്സാസിൻ്റെ വെസ്റ്റും ന്യൂ മെക്സിക്കോൻ്റെ സൗത്ത് ഈസ്റ്റേണും കൂടെ ചേർന്ന് വരുന്ന സ്ഥലത്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ടെക്സാസ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഈ WTI ക്രൂഡ് എന്നൊക്കെ നമ്മൾ കേട്ടാണ്. അതായത് വെസ്റ്റ് ടെക്സാസ് ഇൻ്റർമീഡിയറ്റ് ക്രൂഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലയിടത്തും വായിച്ച WTI ക്രൂഡ്. അതായത് ഓയിൽ പ്രൈസിങ്ങിൻ്റെയൊക്കെ ബെഞ്ച് മാർക്കിന് നമ്മളൊരു അടയാളത്തിന് വേണ്ടി WTI ക്രൂഡൊക്കെ പറയാറുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം വരുന്നത് ഈ പെർമിയൻ ബേസിനിൽ നിന്നുള്ള എന്നാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ആ പെർമിയൻ ബേസിൻ നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവാം. അതിൻ്റെ പേരാണ് ഗൾഫ് കോസ്റ്റ്. ഈ ഗൾഫ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഓയിൽ റിഫൈനറീസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ഈ ഗൾഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓയിൽ റിഫൈനറീസ് ഉണ്ട്, ടെർമിനൽസ് ഉണ്ട്. അതായത് മറ്റേ ഈ ഗ്യാസൊക്കെ സൂക്ഷിക്കാൻ നമ്മുടെ ഈ കണ്ടെയ്നർ ടെർമിനൽ, പെട്രോനെറ്റ് LNGയുടെ കണ്ടെയ്നർ ടെർമിനലൊക്കെ ഇവിടെ വള്ളാർപാടത്ത് വരില്ലേ, അതേപോലുള്ള ടെർമിനൽസ് ഉണ്ട്. പിന്നെ ഒരുപാട് ഓയിൽ റിഫൈനറീസ് ഉണ്ട്, ഒരുപാട് പെട്രോ കെമിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്. ഇതെല്ലാം കൂടെ വരുന്ന സ്ഥലമാണ് ഈ ഗൾഫ് കോസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം. ഈ ഗൾഫ് കോസ്റ്റിൽ തന്നെ ഈ ലാർജ് LNT ടെർമിനൽസ്, പെട്രോ കെമിക്കൽ ഫെസിലിറ്റീസ്, റിഫൈനറീസ് മാത്രമല്ല ഗൾഫ് കോസ്റ്റിൽ നല്ല പോർട്ടുകളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ. അതായത് പെർമിയൻ ബേസിനിൽ ഉണ്ടാക്കുന്ന ഓയിലും ഗ്യാസും നേരെ ട്രാൻസ്പോർട്ട് ചെയ്ത് നേരെ ഗൾഫ് കോസ്റ്റിലേക്ക് വരും. ഗൾഫ് കോസ്റ്റിൽ ഒന്നില്ലെങ്കിൽ റിഫൈനറി നടക്കും, അല്ലെങ്കിൽ പെട്രോ കെമിക്കൽസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ അവിടെ LNG ടെർമിനലിൽ സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ അവിടുത്തെ പോർട്ടുകളിൽ കൂടെ ഇത് ഗ്യാസും മറ്റേതുമൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ ഗൾഫ് കോസ്റ്റും ഈ പെർമിയൻ ബേസിനും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഇവിടുന്ന് നമ്മൾ തുടങ്ങി. അതായത് ഒരിക്കലും പെർമിയൻ ബേസിനിൽ ഉണ്ടാക്കുന്ന സാധനം അവിടെയല്ല കൺസ്യൂം ചെയ്യുന്നത്, അതിനെ അവിടുന്ന് നേരെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഗൾഫ് കോസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടുന്ന് റിഫൈനറിയിൽ റിഫൈൻ ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ റിഫൈൻഡ് ക്രൂഡ് എക്സ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിൻ്റെ ആവശ്യങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പൈപ്പ് ലൈൻ വഴിയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതെന്നുള്ള. അപ്പോൾ റിഫൈനിങ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും പൈപ്പ് ലൈനിൽ കൂടിയാണ് ഈ ട്രാൻസ്പോർട്ട് നടക്കുന്നതെന്നുള്ള. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറയാൻ വരുന്ന കാര്യം വെച്ചാൽ, ഈ പൈപ്പ് ലൈൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും പല സമയത്തും ഈ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് പെർമിയൻ ആ ഫീൽഡിൽ, ആ പെർമിയൻ ഏരിയയിൽ ഭയങ്കരമായിട്ട് പെർമിയൻ ബേസിനിൽ ഈ ഓയിൽ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ ചില സമയത്ത് ബോട്ടിൽ നെക്ക് ഉണ്ടാവും. ഈ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുപോകാനായിട്ട്, അതായത് ഗൾഫ് കോസ്റ്റിലേക്ക് ഇത് കൊണ്ടുപോകണമല്ലോ പൈപ്പ് ഇൻഫ്രാസ്ട്രക്ചർ വഴി, അതിലൊരു ബോട്ടിൽ നെക്ക് ഉണ്ടാവും. ആ ബോട്ടിൽ നെക്ക് കാരണം തന്നെ ഈ പെർമിയൻ ബേസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും വില കുറയാറുണ്ട്. കാര്യം വെച്ചാൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഉണ്ടാക്കുന്ന സാധനം കറക്റ്റായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഈ കപ്പാസിറ്റി പോരാ ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പൊതുവേ ഒരു സംസാരമുണ്ട്, പെർമിയൻ ബേസിൽ നിന്ന് ഈ പറയുന്ന ഗൾഫ് കോസ്റ്റിലേക്ക് നമുക്ക് ഓയിലും ഗ്യാസും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പൈപ്പ് ലൈൻ്റെ കപ്പാസിറ്റി പോരാ, അത് വീണ്ടും നമുക്ക് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണം എന്നുള്ള. അപ്പോൾ ആരാണ് ഇതിൻ്റെ ഇടയിൽ ട്രാൻസ്പോർട്ട് ചെയ്യണത്? നമ്മൾ സാധാരണ പറയാറുണ്ട് അപ്സ്ട്രീം കമ്പനി, ഡൗൺ സ്ട്രീം കമ്പനി എന്ന് പറയും പോലെ മിഡ് സ്ട്രീം കമ്പനികളുണ്ട്. ഈ മിഡ് സ്ട്രീം കമ്പനികളാണ് ഈ പെർമിയൻ ബേസിനിൽ നിന്ന് ഗ്യാസ് എടുത്തിട്ട് നേരെ ഈ ഗൾഫ് കോസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള. ആ മിഡ് സ്ട്രീം കമ്പനീസ് പൈപ്പ് ചെയ്യും. അപ്പോൾ ആ പൈപ്പ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ഇത് വളരെ ബെനിഫിഷ്യലാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്നത് എന്താ, ഈ പൈപ്പിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് നമുക്കൊന്ന് കൂട്ടണം. കാര്യം എന്ന് വെച്ചാൽ നല്ലോണം പെർമിയൻ, ഒന്നാമത് ഇപ്പോൾ ഇന്ത്യയും കൂടെ US-ൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലോണം ഈ പെർമിയൻ ബേസിൽ നിന്നുള്ള ഓയിലും ഗ്യാസും ഗൾഫ് കോസ്റ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ പൈപ്പിൻ്റെ ബോട്ടിലിനൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ പൈപ്പിൻ്റെ നെറ്റ്വർക്ക് കൂട്ടണം. ഓൾമോസ്റ്റ് അവിടെ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷേ അത് ഈ ഗൾഫ് കോസ്റ്റിലോട്ട് എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് സാർ ഈ പറഞ്ഞു വരുന്നത്. അതെ, ഗൾഫ് കോസ്റ്റിലേക്ക് എത്തിക്കാനായിട്ട് പൈപ്പ് ലൈൻസ് ഉണ്ട്, പക്ഷേ ആ എക്സിസ്റ്റിംഗ് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ
വലിയ രീതിയിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ കപ്പാസിറ്റി ഹാൻഡിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. അതായത് ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയുടെ ഒരു ഫീച്ചറാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. പിന്നെ വേറൊരു കാര്യം നോക്കാം, ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മളിനി ഇലക്ട്രിക് വെഹിക്കിൾസ്, ഹൈഡ്രജൻ പവേർഡ് വെഹിക്കിൾസ് എന്നൊക്കെ പറഞ്ഞാലും ഏതായാലും നമ്മുടെ കാലഘട്ടം വരെ ഈ ഫോസിൽ ഫ്യൂയൽസിന് വലിയ ഇമ്പോർട്ടൻസ് തന്നെ കാണും. ഇപ്പം നമ്മൾ വലിയ ഇതൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ എന്താ പറയുക, എക്സോൺ മോബില് അല്ലെങ്കിൽ മറ്റേ ഷെവറോൺ, BP, ഇവരുടെയൊക്കെ വാക്കുകളും അവരുടെയൊക്കെ ഒരു കമൻട്രിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്ത് വന്നാലും ശരി, എന്ത് ഇലക്ട്രിക് വെഹിക്കിൾസും ഹൈഡ്രജൻ വെഹിക്കിൾസും ഓൾട്ടർനേറ്റ് പവറും സോളാറും ഒക്കെ വന്നാൽ പോലും ഈ പറയുന്ന പോലെ ഈ ഫോസിൽ ഫ്യൂവൽസിന് അടുത്ത കാലത്തൊന്നും അതിൻ്റെ മാർക്കറ്റ് നശിക്കില്ല എന്നുള്ള. അപ്പോൾ പെർമിയൻ ബേസിൽ നിന്ന് അല്ലാതെ തന്നെ ഗൾഫ് കോസ്റ്റിലേക്ക് ഈ എന്താ പറയുക, ഈ ട്രാൻസ്പോർട്ടേഷന് ഈ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഈ മിഡ് സ്ട്രീം കമ്പനീസ് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് പൈപ്പ് കമ്പനീസിന് ബെനിഫിറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഇറ്റ്സെൽഫ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി തന്നെ ഈ പൈപ്പ് കമ്പനീസിന് വളരെ ബെനിഫിഷ്യൽ ആണെന്നുള്ള. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്ത് പലയിടത്തും ഡേറ്റാ സെൻറ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഡേറ്റാ സെൻറ്റർ എന്ന് നമുക്കറിയാം, ആമസോണിൻ്റെ വെബ് സർവീസ്, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, മെറ്റ, കോർവീവ്, ഓറക്കിൾ, ഇവരൊക്കെ വലിയ ഡേറ്റാ സെൻറ്റേഴ്സാണ് പുട്ടപ്പ് ചെയ്യുന്നത്. ഡേറ്റാ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ, ചില്ലറ ഡേറ്റാ സെൻറ്റേഴ്സ് അല്ല, ഇതൊക്കെ ആരാണ്, വലിയ പ്ലെയേഴ്സും വലിയ കപ്പാസിറ്റി ആണ് എന്നുള്ളത് നമുക്കറിയാലോ. ഈ ഡേറ്റാ സെൻറ്ററിൻ്റെ കപ്പാസിറ്റി നമ്മൾ പറയുന്നത് GW അല്ലെ, ഗിഗാ വാട്ട്സിലാണ് പറയുന്നത് വെച്ചാൽ. അതായത് ആ ഗിഗാ വാട്ട്, അതായത് ഒരു ഡേറ്റാ സെൻറ്ററിന് ആവശ്യമുള്ള പവർ എന്ന് പറയുന്നത് എത്രയോ ലക്ഷക്കണക്കിന് അമേരിക്കൻ ഹോംസ് പവർ ചെയ്യണ പവർ വേണം ഒരു ഡേറ്റാ സെൻറ്റർ. അല്ലെങ്കിൽ ഒരു ഡേറ്റാ സെൻറ്ററിന് ലക്ഷക്കണക്കിന് ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യാനുള്ള പവർ വേണം ഒരു ഡേറ്റാ സെൻറ്റർ. അപ്പോൾ ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ വളരെ പവർ ഹംഗ്രി ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. അതിന് വലിയ രീതിയിൽ പവർ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞു വെച്ചാൽ, ഇങ്ങനെ ഡേറ്റാ സെൻറ്റർ ഭയങ്കരമായിട്ട് അമേരിക്കയെ കൂടുകയാണെങ്കിൽ അമേരിക്കയിലുള്ള പവർ റിക്വയർമെൻറ്റ് 2030 ആകുമ്പോഴത്തേക്കും ഏതാണ്ട് 130% ഉയരും. അത്രയ്ക്കും മാത്രം പവർ വേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഡേറ്റാ സെൻറ്റർ. പിന്നെ ഡേറ്റാ സെൻറ്ററിൻ്റെ പവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ അവർ ഗ്രിഡിൽ നിന്നാണ്, അതായത് അമേരിക്കയുടെ നമ്മുടെ ഇവിടെ കാണുന്നില്ല, ഗ്രിഡിൽ നിന്നാണ് അവർ പവർ എടുക്കുന്നതെന്നല്ല. പക്ഷെ ഗ്രിഡിന് ഇപ്പോൾ അധികം കപ്പാസിറ്റി ഇല്ല. കാര്യം ഗ്രിഡൊക്കെ കൊല്ലങ്ങൾ മുമ്പേ ഉണ്ടാക്കിയതാണ്. അന്ന് നമ്മൾ വിചാരിച്ചോ, അതായത് വേൾഡിലെ എല്ലാ സാധനവും ഇപ്പോൾ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഒരു വീട്ടിൽ തന്നെ എത്രത്തോളം ചാർജേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു, അതുകൂടാതെ ഷെഡിൽ ഗരാജിൽ വരെ നമ്മൾ യൂസ് ചെയ്യുന്നു. കാര്യം എന്താ, ഇലക്ട്രിക് വെഹിക്കിൾസായി. അതിൻ്റെ കൂടെ ഡേറ്റാ സെൻറ്ററും കൂടെ ആകുമ്പോൾ ഇത്രയും പവർ വേൾഡിൽ വേണം നമ്മൾ ആലോചിച്ചില്ല. അപ്പം ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിന് ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പാസിറ്റി ഇല്ല. അതുമാത്രമല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പവർ ഡേറ്റാ സെൻറ്റേഴ്സിന് കൊടുക്കാനും പറ്റാനില്ല. മനസ്സിലായില്ല? അപ്പോൾ ആ ഡേറ്റാ സെൻറ്ററിന് വളരെ ബുദ്ധിമുട്ടായി എന്നല്ല. അപ്പോൾ ഡേറ്റാ സെൻറ്ററുകൾ എന്ത് ചെയ്യുന്നു ഇപ്പം എന്ന് വെച്ചാൽ, ഡേറ്റാ സെൻറ്റർ എല്ലാവരും കപ്പാസിറ്റി ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു എനർജി സോഴ്സ് വേണം. അതായത് ക്യാപ്റ്റീവായിട്ട് ഓൺ ജനറേഷൻ വേണം, പവർ ജനറേഷൻ വേണം. അവരെന്താ ചെയ്യുന്നത്, ഒന്നില്ലെങ്കിൽ അവർ സോളാർ പാനലൊക്കെ വെച്ചിട്ട് അവർ സ്വന്തമായിട്ടുള്ള ഒരു പവർ ജനറേറ്റ് ചെയ്ത് എടുക്കും എന്നുള്ള. എന്നാൽ ചിലപ്പോൾ ഈ സോളാറിനുള്ള പ്രത്യേകത എന്താ, ചില ദിവസം എന്താ പറയുക നല്ല സൺലൈറ്റ് കിട്ടും, ചില ദിവസം കിട്ടത്തില്ല, രാത്രിയാകുമ്പോൾ കിട്ടത്തില്ല. അവിടെയും അതുണ്ടെങ്കിൽ പോലും ഇവർക്ക് ഈ ഗ്യാസ് ബേസ്ഡ് ആയിട്ടുള്ള പവർ ഇവർക്ക് എപ്പോഴും വേണ്ടി വരും. നമ്മളിപ്പോൾ TD പവർ സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഗ്യാസ് ടർബൈൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ജനറേറ്ററാണ് TD പവർ. ദാറ്റ് ഈസ് ഓൾസോ എൻ ഇൻഡയറക്റ്റ് പ്ലേ ടു ഡേറ്റാ സെൻറ്റർ എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. അതേപോലെ ഈ ഗ്യാസും കൂടി നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഡേറ്റാ സെൻറ്റേഴ്സിന് വേണം എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രത്യേകത. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ പെർമിയൻ ബേസിൽ നിന്ന് ഈ ഗ്യാസ് LNG ഒക്കെ ഉണ്ടാക്കിയിട്ട് നേരെ നമ്മൾ ഗൾഫ് കോസ്റ്റിലേക്ക് പോയി അവിടെ നിന്ന് നമ്മൾ ഇത് ചെയ്ത് വിടുന്നു. ഇനി ഇത് കൂടാതെ ഈ പെർമിയൻ ബേസിൽ നിന്നും ഗൾഫ് കോസ്റ്റിൽ നിന്നുമൊക്കെ നേരെ ഈ ഡേറ്റാ സെൻറ്ററുകളിലേക്ക് ഗ്യാസ് സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഡേറ്റാ സെൻറ്ററിനും സ്വന്തമായി ആ ഗ്യാസ് പവർ വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ ഈ റിഫൈനിങ് ചെയ്യുന്നത് എടുക്കുന്ന ഒരു പ്രോസസ്സിൽ കൂടെ പെടുന്നുണ്ടോ. അപ്പോൾ ആ പെർമിയൻ ബേസിനിൽ നിന്ന് ഗൾഫ് കോസ്റ്റിലേക്ക് പോയി ഗൾഫ് കോസ്റ്റിൽ നിന്ന് ഇത് നേരെ ഡേറ്റാ സെൻറ്ററിലേക്ക് ഗ്യാസ് സപ്ലൈ ചെയ്യണമെങ്കിലും അവിടെയും ഇൻ്റർമീഡിയറി കമ്പനീസ്, അതായത് മിഡ് സ്ട്രീം കമ്പനീസ് വരണം. അപ് സ്ട്രീമും അല്ല ഡൗൺ സ്ട്രീമും അല്ലാത്ത മിഡ് സ്ട്രീം കമ്പനീസ് വരണം. ആ മിഡ് സ്ട്രീം കമ്പനീസ് ആയിരിക്കും സപ്ലൈ ചെയ്യണത്. അവിടെയും എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇടണം, പൈപ്പിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇടണം.
അപ്പോൾ ഒരു പൈപ്പ് കമ്പനീസ്, അതായത് ഓയിൽ ആൻഡ് ഗ്യാസിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഫീച്ചേഴ്സ് ഉള്ള പൈപ്പ് കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി ഒന്ന് ആലോചിച്ച് നോക്കും. ഒന്നാമത് തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ഈ പെർമിയൻ ബേസിനിൽ നിന്ന് നമ്മൾ നേരെ ഗൾഫ് കോസ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഓൾറെഡി ഉള്ള പൈപ്പ് ലൈൻ പോരാ, ഇനി അത് വീണ്ടും കപ്പാസിറ്റി ആഡ് ചെയ്യണം. അതുകൂടാതെ തന്നെ ഈ ഗൾഫ് കോസ്റ്റിൽ നിന്ന് അഡീഷണൽ ആയിട്ട് പൈപ്പ് ലൈൻ എന്നൊക്കെ പറയുന്നത് ഈ ഡേറ്റാ സെൻ്ററായിട്ട് കണക്ട് ചെയ്യണം. ഡേറ്റാ സെൻ്ററിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റോ ചില്ലറക്കാരല്ല. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആൽഫബറ്റ്, അങ്ങനെ വലിയ വലിയ കമ്പനികളാണ് ഇത് വന്ന് ഡിപ്ലോയ് ചെയ്യുന്നത്. ഓറക്കിൾ, കോർവീവ് എന്ന പോലെ കമ്പനികളാണ്. അതും കൂടിക്കൊണ്ടിരിക്കുന്നു. പവർ ജനറേഷൻ അടുത്ത 5 കൊല്ലം കൊണ്ട് 130% ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു ഡേറ്റാ സെൻറ്റർ കാരണം എന്നുള്ള. അതുമാത്രമല്ല, നമ്മളിനി ഒരുപാട് പവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സിസ്റ്റത്തിലേക്ക് വരികയും കൂടെ ചെയ്യുമ്പോൾ ഈ പൈപ്പ് കമ്പനീസിന് വളരെ ബെനിഫിഷ്യൽ ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ ഈ പൈപ്പ് കമ്പനീസ് US ഒരുപാട് കമ്പനീസ് ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുണ്ട്. അവർക്ക് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ പൈപ്പിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയിൽ 30% മാർക്കറ്റ് ഷെയർ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൈപ്പ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വാല്യൂ ചെയിൻ എന്ന് നമ്മൾ പറഞ്ഞത് എന്താ, അല്ലെങ്കിൽ ഡേറ്റാ സെൻറ്ററിൻ്റെ വാല്യൂ ചെയിൻ, EPC ഉണ്ടാക്കുന്ന ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന EPC കോൺട്രാക്ടേഴ്സ്, പിന്നെ കൂളിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് HVAC പ്രൊഡ്യൂസ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ്, പിന്നെ ഈ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവരുന്ന കമ്പനികൾ, പിന്നെ GPUs ഉണ്ടാക്കുന്ന NVIDIA അല്ലെങ്കിൽ സാംസങ്, ഇതേപോലുള്ള കമ്പനികൾ, ക്ലൗഡ് സർവീസസ്, സോഫ്റ്റ്വെയർസ് വർക്കിംഗ് ഓൺ ക്ലൗഡ് സർവീസസ്, ഇതൊക്കെയാണ് നമ്മൾ ഡേറ്റാ സെന്ററിനെ അസോസിയേറ്റ് ചെയ്ത് വാല്യൂ ചെയിനിലുള്ള സാധനം. ഇപ്പം ആ വാല്യൂ ചെയിനിലേക്ക് നമ്മൾ TD പവർ സിസ്റ്റത്തിന്റെ ജനറേറ്റർ കൊണ്ടുവന്നു. ഇതാ നമ്മൾ പൈപ്പും കൂടെ കൊണ്ടുവന്നു എന്നുള്ള. അപ്പോൾ ഈ എന്താ ഡേറ്റാ സെന്ററിന്റെ ഗ്രോത്ത് വരണമെങ്കിൽ തീർച്ചയായിട്ടും TD പവർ സിസ്റ്റത്തിന് ഒരു ഗ്രോത്ത് ഉണ്ട്, ഇതേപോലെയുള്ള പൈപ്പ് കമ്പനീസിനും ഗ്രോത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് നമുക്ക് ഇന്ത്യയിൽ പ്യുവർ പ്ലേ ഗ്ലോബൽ AI ഡേറ്റാ സെന്റർ പ്ലേ ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് ക്വാസി പ്ലേ ഈ കമ്പനികളിൽ കൂടെ നടത്താം എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആ കമ്പനിയുടെ പേരാണ് വെൽസ്പൺ കോർപ്പ് എന്ന് പറയുന്ന കമ്പനി. ഈ വെൽസ്പൺ കോർപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഈ പൈപ്പിൻ്റെ കാര്യത്തിൽ അവർ വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് US ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 30% മാർക്കറ്റ് ഷെയർ ഉണ്ട് എന്നുള്ളതാണ് അവർക്ക്. അതായത് ഗ്ലോബലി തന്നെ വളരെ വലിയൊരു ലാർജ് പൈപ്പ് ലൈൻ പ്ലെയർ ആണ് എന്നുള്ളതാണ്. ഇതുകൂടാതെ ഇവർക്ക് ചെറിയ സ്മോൾ സെഗ്മെന്റ് ഉണ്ട്, വെൽസ്പൺ സ്പെഷ്യാലിറ്റി സൊല്യൂഷൻസ്, അതായത് അലോയ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഡിഫൻസ്, ഓട്ടോമോട്ടീവ്, എനർജി, എയറോസ്പേസ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ബട്ട് അത് നെഗ്ലിജിബിൾ ബിസിനസ് മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളതാണ്. അതുമാത്രമല്ല വെൽസ്പൺ കോർപ്പ് ഉണ്ടല്ലോ, 2023 1251 കോടി രൂപ കൊടുത്ത് സിൻഡെക്സ് എന്ന് പറഞ്ഞ കമ്പനി മേടിച്ചിട്ടുണ്ട്. NCLT പോയി പൊട്ടിപ്പൊളിഞ്ഞ കമ്പനിയാണ് സിൻഡെക്സ്. പക്ഷേ സിൻഡെക്സ് ബ്രാൻഡ് ആർക്കെ അറിയാലോ. സിൻഡെക്സിന്റെ പ്രോഡക്ട്സ് നമുക്ക് അറിയാമെന്നുള്ളതാണ്, എല്ലാവർക്കും അറിയാം. അതായത് നമ്മൾ വീട്ടിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന സിൻഡെക്സ് ടാങ്ക് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല ഒരുപാട് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സും സിൻഡെക്സിന് ഉണ്ടെന്നാണ്. അത് വലിയൊരു B2B B2C ബിസിനസ്സായിട്ട് ഇവർ കൊണ്ടുവരുന്നുമുണ്ട് എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ റവന്യൂയിലേക്ക് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല, പക്ഷേ അത് വരും എന്നുള്ളതാണ്. ഏതാണ്ട് 2024-25 ഈ കമ്പനി പണ്ട് ഈ വെൽസ്പൺ കോർപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കടം ഉണ്ടായിരുന്ന കമ്പനിയാണ്. അതൊക്കെ ടേൺ അറൗണ്ട് ചെയ്ത് ഇപ്പം നല്ല രീതിയിലേക്ക് കമ്പനി ആയി എന്നുള്ളതാണ്. ഇതിൻ്റെ FY 24-25 റവന്യൂ എന്ന് പറഞ്ഞാൽ 13,978 crores, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1,684 crores, നെറ്റ് പ്രോഫിറ്റ് 1,902 crores. ഇതിൻ്റെ ROC റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് 20 മുകളിലാണ്. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഞാൻ വെള്ളിയാഴ്ച നോക്കുമ്പോൾ 868 rupees, മാർക്കറ്റ് ക്യാപ്പ് 22,886. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, അക്കാഡമിക് പർപ്പസിന് മാത്രമാണ്. ഇതൊരു അഡ്വൈസോ സോളിസിറ്റേഷനോ റെക്കമെൻഡേഷനോ ആയിട്ട് കണക്കാക്കാതിരിക്കുക. ഇത് വ്യക്തിപരമായിട്ട് പേഴ്സണൽ ഡിസ്ക്ലോഷർ എനിക്കും വിഷ്ണുവിനും ഞങ്ങളുടെ ഇമീഡിയറ്റ് റിലേറ്റീവ്സിനും ഹോൾഡിംഗ് ഇല്ല. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ ശിക്ഷണത്തിലും നിരീക്ഷണത്തിലും മാത്രം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ഓവർ ടു യു വിഷ്ണു. ഏതായാലും ഇന്നത്തെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഏതായാലും അടുത്ത മണിക്കൂറിൽ നമ്മുടെ റിസർച്ച് ടീം കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. Opening hours with MyFin.